ഭാലുവും ചങ്ങാതിയും. കളിച്ച് കളിച്ച് എനിക്കാകെ ബോറടിക്കുന്നു. എനിക്കും. നമുക്ക് കളിക്കാൻ പുതിയ സ്ഥലത്തേക്ക് പോയാലോ? പക്ഷെ നമ്മൾ എവിടേക്ക് പോകും? ഇവിടെ അടുത്തെവിടെ ഒരു കാടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാടോ? കാടിനകത്ത് നിറയെ മൃഗങ്ങൾ ഉണ്ടാവുമല്ലോ. അതെന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പല്ലേ? അയ്യോ, കാട്ടിനുള്ളിലേക്ക് വരാൻ ഞാനില്ല. എടാ മണ്ട, നീ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ. ഏതെങ്കിലും മൃഗം നിന്നെ ആക്രമിക്കാൻ വന്നാൽ ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാകും. ഞാൻ നിന്നെ അതിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാം. സത്യം? അല്ലാതെ പിന്നെ, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എന്നാ ശരി, വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇന്ന് വേണ്ട, ഇന്ന് വല്ലാത്ത സമയം വൈകി. നമുക്ക് നാളെ പോകാം. എന്നാ ശരി. അടുത്ത ദിവസം രണ്ടുപേരും ചേർന്ന് കാട്ടിനുള്ളിലേക്ക് പോയി. രമേശും സുരേഷും കാടിനകത്തുകൂടെ നടക്കാൻ തുടങ്ങി. കളിച്ച് കളിച്ച് നമ്മൾ ഒരുപാട് ഉള്ളിലേക്ക് വന്നും തോന്നുന്നു. അതെ അതെ, അതിനെന്താ കുഴപ്പം? നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകാം. ഞാൻ നിന്റെ കൂടെ ഇല്ലേ, നീ പേടിക്കണ്ട. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ദാ നോക്ക്, ഒരു പൂമ്പാറ്റ. വാ നമുക്കതിനെ പിടിക്കാം. രമേശും സുരേഷും പൂമ്പാറ്റയുടെ പുറകേ പോയി. അവരതിനു പുറകെ ഓടാൻ തുടങ്ങി. കാടിനുള്ളിൽ കളിച്ച് കളിച്ച് സമയം പോയത് അവരറിഞ്ഞതേയില്ല. അവർ ചിലപ്പോൾ പൂമ്പാറ്റയുടെ പുറകെ ഓടും, മറ്റു ചിലപ്പോൾ മുയലിന് പുറകെ ഓടും. കാട് രണ്ടുപേർക്കും പുതിയതായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും സമയത്തെക്കുറിച്ച് ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ നടന്ന് കാടിന് നടുവിലെത്തിയപ്പോൾ അവരൊരു മാനിനെ കണ്ടു. ആ, ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. വാ നമുക്കതിനെ പിടിക്കാം. രണ്ടുപേരെയും കണ്ട് മാൻ പേടിച്ചുപോയി. അതവിടെ ഇവിടെ ഒളിക്കാൻ തുടങ്ങി. രമേശും സുരേഷും അതിന്റെ പുറകെ ഓടി ഓടി വല്ലാതെ തളർന്നു. ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. ഞാനും. വാ നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കാം, എന്നിട്ട് വീട്ടിലേക്ക് പോകാം. പക്ഷെ എന്തെങ്കിലും മൃഗങ്ങൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നീ പേടിക്കാതെ, ഞാനില്ലേ. എന്തെങ്കിലും മൃഗങ്ങൾ വന്നാൽ ഞാൻ നിന്നെ രക്ഷിച്ചു കൊള്ളാമെന്നേ. ആ, നീ എന്നെ രക്ഷിക്കണം കേട്ടോ. തന്റെ കൂട്ടുകാരൻ തന്നെ രക്ഷിക്കുമെന്നോർത്ത് സുരേഷ് ഉറങ്ങിപ്പോയി. അങ്ങനെ വൈകുന്നേരമായി. അപ്പോൾ എടാ സുരേഷേ, എണീക്ക്, വൈകുന്നേരമായി. നീ എന്താ നേരത്തെ എണീപ്പിക്കാതിരുന്നത്? അതിന് ഞാൻ എണീറ്റാലല്ലേ നിന്നെ എണീപ്പിക്കാൻ പറ്റുള്ളൂ. വാ നമുക്ക് വേഗം ഈ കാട്ടിൽ നിന്നും പുറത്തു പോവാം. പക്ഷേ ഈ കാട്ടിനുള്ളിൽ നിറയെ മൃഗങ്ങൾ ഉണ്ടാവുമല്ലോ. ആ, ഉണ്ടാകും. നീയല്ലേ പറഞ്ഞത് നിനക്ക് മൃഗങ്ങളെ ഒന്നും തന്നെ പേടിയില്ല എന്ന്? എന്നിട്ട് പക്ഷെ ഞാൻ എപ്പോഴാ പേടിച്ചത്? ശരി, എന്നാ വേഗം നടക്ക്, പോകാം. രമേശും സുരേഷും കാടിൽ നിന്ന് പേടിച്ച് പുറത്തേക്ക് വരികയായിരുന്നു. അപ്പൊ പെട്ടെന്ന് എനിക്ക് പേടിയാവുന്നുണ്ട്. എനിക്കും പേടിയാവുന്നുണ്ടടാ. രണ്ടു കുട്ടികളും പേടിച്ച് മുന്നോട്ട് തന്നെ നടന്നു. പെട്ടെന്ന് അയ്യോ, ദേ നോക്ക്, കരടി. കരടി. പേടിക്കാതെ മിണ്ടായിരിക്കും. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാം. പക്ഷെ അതിപ്പോ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടല്ലോ. നീ എന്റെ കൂടെ തന്നെ നിൽക്ക്. ശരി. അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഓടാൻ പോവുകയാണ്. നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ. അയ്യോ, ഞാനിപ്പോ എന്ത് ചെയ്യും? എനിക്ക് മരത്തിൽ കയറാനും അറിയില്ലല്ലോ. സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കരടി മരിച്ചു കിടക്കുന്നവര് ഒന്നും ചെയ്യില്ലെന്ന്. ഞാനിവിടെ മരിച്ചവനെ പോലെ കിടക്കാൻ പോവുകയാണ്.
എന്റെ ദൈവമേ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല. ക്ഷമിക്കൂ കൂട്ടുകാരാ, ഞാൻ വളരെ പേടിച്ചു പോയി. എനിക്ക് നിന്നെക്കുറിച്ച് ആലോചിക്കാനേ സാധിച്ചില്ല. സാരമില്ല. പക്ഷെ കരടി, നിന്റെ ചെവിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. ഒന്നുമില്ല. അല്ല, എനിക്കറിയാം, അത് നിന്റെ ചെവിയിൽ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന്. പറയൂന്നേ, അതെന്താ നിന്റെ ചെവിയിൽ പറഞ്ഞേ? പ്ലീസ് 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 പറയുന്നേ. ആ, പറയാം. ചതിയന്മാരെ കൂട്ടുകാരിൽ നിന്ന് അകന്നിരിക്കാനാ പറഞ്ഞത്. കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അത്യാവശ്യ ഘട്ടത്തിൽ സഹായിക്കുന്നവനാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. വാചക കസർത്തടിക്കുന്ന സുഹൃത്തുക്കൾ നമ്മളെ അപകടത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കും. അതുകൊണ്ട് അത്തരം സുഹൃത്തുക്കളെ സൂക്ഷിക്കുക, അവരിൽ നിന്നും അകന്നു നിൽക്കുക.